ഹായ് ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്വാതന്ത്ര്യദിനമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ആദ്യം വിചാരിച്ചു ഒരു ഫ്ലാഗ് ഉണ്ടാക്കിയാലൊന്നും, പിന്നെ അതൊക്കെ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. അങ്ങനെ ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ, ഈ ബാഡ്ജ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ ഒരു അളവിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പോൺസിൻ്റെ ക്രീമിൻ്റെ അടപ്പാണ് കേട്ടോ. എനിക്ക് ആ ഒരു സൈസിൽ ഇവിടെ ഉള്ളൊരു സാധനം, നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു സാധനം എടുക്കുക. നിങ്ങൾക്ക് വേണം വിക്സിൻ്റെ മുടി അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് സൈസ് കുറച്ചിട്ടാണ് വേണ്ടതെങ്കിൽ കുപ്പീൻ്റെ അടപ്പ് അങ്ങനെയെല്ലാം എടുത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതാക്കാൻ ആദ്യം ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം വേണം. എനിക്കിവിടെ കാർഡ്ബോർഡിൻ്റെ കഷ്ണം കിട്ടാത്തതുകൊണ്ട് ഞാൻ മിക്കുവിൻ്റെ അക്ഷരമാലയിൽ ഒരു പേപ്പർ ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അത് പറിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. ആളിവിടെ ഇല്ലാത്തതുകൊണ്ട് വലിയ യുദ്ധമൊന്നും ഉണ്ടായില്ല. ഉണ്ടെങ്കിൽ പിന്നെ എന്നെ ഇതൊന്നും എടുക്കാൻ വിടൂല. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്കിളിൻ്റെ ഈ ഒരു കണക്കിലാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതുകൊണ്ടൊരു ഈ സ്കെച്ച് കൊണ്ടൊരു വട്ടം വരച്ച് അതൊന്ന് മുറിച്ചെടുക്കണം. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. മെല്ലെ മുറിച്ചാൽ മതി കേട്ടോ. നല്ല സർക്കിളായി കിട്ടിയാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എൻ്റെത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് എന്ത് വേണം, ഈ വൈറ്റ് പേപ്പർ, വെള്ള പേപ്പർ ബാക്കിലും ഫ്രണ്ടിലും ഒട്ടിക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വരക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് രണ്ടെണ്ണം വരച്ചെടുക്കാം. വരച്ചിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ 2 സർക്കിൾ ഇട്ടിട്ടുണ്ട്. നമുക്കിനി തൊട്ടിക്കാം. ഈ വൈറ്റ് പേപ്പർ നമുക്ക് ഇങ്ങനെ ബാക്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതിനോട് നമുക്ക് ഒട്ടിക്കാം. എനിക്ക് പശയില്ല. പശ ഇത് ഞാൻ ആക്കാൻ ഇറങ്ങിയതിന് ശേഷമാണ് പശ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. കുറച്ച് ബോട്ടിൽ അതുകൊണ്ട് ഞാൻ അത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒട്ടിക്കാൻ വന്നത്. ഇങ്ങനെയും നിങ്ങൾക്ക് ഒട്ടിക്കാമെന്ന് എന്നോട് മനസ്സിലാക്കാൻ പറ്റും. അഡ്ജസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. ഇവിടെ എനിക്കിപ്പോൾ പോയി വാങ്ങണമെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. അപ്പം സമയം പോകും. പിന്നെ ഇവിടെ മഴയൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ നല്ല പശയൊക്കെ വെച്ച് ഒട്ടിക്കുക. ഇതിൽ അത്യാവശ്യം ഇങ്ങനെ തോന്നുമ്പോൾ കിട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് കളർ പേപ്പറാണ്. ഭാഗ്യത്തിന് എനിക്കിവിടെ കളർ പേപ്പർ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് സ്കെച്ച് കൊണ്ട് കളർ അടിച്ചു കൊടുത്താലും മതി. പേപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ പേപ്പറിന് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറച്ച് പശ വെച്ചു. നമ്മളൊന്നും വിചാരിക്കരുതേ, പശ ഇവിടെ ഇല്ല. പശ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എടുത്ത് തീർന്നു. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്തായാലും കുട്ടികൾക്ക് ഇവിടെ വീട്ടിൽ തന്നെ പശ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തീർന്നു. ഇപ്പം അത്യാവശ്യമായിട്ട് ഇങ്ങനെ നമ്മളൊന്നും ചെയ്യാത്തത്, അങ്ങനെ പശേൻ്റെ അത്യാവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് പശ ഇല്ലാത്തത്. പശ നമുക്ക് വാങ്ങാം. പശ വാങ്ങിയിട്ട് ഇത് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴത്തേക്കും പിന്നെ സമയം സ്വാതന്ത്ര്യദിനം കഴിഞ്ഞാൽ എത്തൂലേ. നമ്മൾ സമയത്ത് ഇത് ചെയ്തില്ലെങ്കിൽ അതും പ്രശ്നമാവില്ലേ. ഇങ്ങനെ ഒട്ടിച്ചിട്ട് ബാക്കി ഇരുന്ന ഭാഗം മുറിച്ചടയാം. ഇതുപോലെ പച്ച കളർ പേപ്പർ കൊണ്ട് നമുക്ക് താഴെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് കഷ്ണം ഇപ്പം മുറിക്കും. നേരത്തെ ഞാൻ മുറിച്ചതിൻ്റെ ബാക്കിയാണ്. ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗം മുറിച്ച് കളയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ അളവിൽ മുറിച്ചതിന് ശേഷം ഇത് ഒട്ടിക്കാം.
ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേണ്ട ഒരു സാധനമാണ് നമ്മുടെ അശോക ചക്രം. ഞാൻ അശോക ചക്രം ഉണ്ടാക്കാം. ഞാൻ ഈ ഒരു അളവിലാണ് അശോക ചക്രം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ബോട്ടിലിൻ്റെ അടപ്പാണിത്. ഇത് വെച്ച് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, കട്ട് ചെയ്യാം. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അശോക ചക്രം വരച്ചു കൊടുക്കണം. നമുക്കറിയാലോ 24 കാലം അശോക ചക്രത്തിനുണ്ടെന്ന്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ 24 കാലം വരയ്ക്കാൻ. അപ്പോൾ ഗൈസ് 24 കാല് വരച്ചിട്ടുണ്ട്. നമ്മുടെ അശോക ചക്രം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അശോക ചക്രം ഒടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഈ ബാഡ്ജിലുള്ള പോലത്തെ ഈ ഒരു സാധനം ആക്കണം. അതെങ്ങനെ ആക്കണ്ടേന്ന് കാണിച്ചു തരാം. സിമ്പിളാണിത്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മക്കളും എല്ലാവരും സ്കൂളിൽ പോകുന്നവരൊക്കെ അല്ലേ, മക്കൾക്ക് ഇതൊന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ അന്ന് ഇതൊന്ന് ചെയ്ത് ഒന്ന് അവർക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ നല്ല സന്തോഷം. ഇതിപ്പോൾ ഞാൻ മിക്കൂസിന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കുന്നതാണ്. ഒരേ അളവിൽ തന്നെ എടുക്കുക. അപ്പം നമ്മൾ കാണാൻ ഭംഗിയുണ്ടാവും. വൈറ്റും കൂടെ വേണം. വൈറ്റിൻ്റെ കൂടെ ഒരു പീസ് എടുക്കണം. ചെയ്യാൻ പറ്റും. ഇതാണ് കറക്റ്റ് അളവ്. അതുകൊണ്ട് ഒന്നും കൂടി ഈ ഒരു അളവിൽ മുറിക്കാം കേട്ടോ. അപ്പം നമ്മുടെ 3 കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരുമിച്ച് വെച്ചിട്ടാണ് മുറിക്കാം. അപ്പോൾ പിന്നെ വേറെ വേറെ മുറിച്ച് സമയം കളയേണ്ടി വരില്ല. ഇത് ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇവിടുന്ന് ജസ്റ്റ് ഒന്നൊരു ത്രികോണത്തിൽ മുറിച്ച് കൊടുക്കാൻ മതി. അപ്പോൾ നമ്മുടെ 3 കാലുകൾ 3 കിട്ടിയിട്ടുണ്ട്. നമുക്കിത് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുന്ന ഞാൻ കാണിച്ചു തരാം. കുറച്ച് തടിയുണ്ടോ തടിക്കാൻ. പക്ഷേ ഇല്ലാത്തതാണ് ഇപ്പം എൻ്റെ വീഡിയോ ഫ്ലോപ്പ് ആയിട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇപ്പുറത്ത് കൂടെ കൊടുത്തിട്ട് നല്ല രസമുണ്ടാവും. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ കുട്ടികൾക്കെല്ലാം വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കാൻ ഈസിക്ക് പറ്റുന്നൊരു സാധനമാണ് ഈ ഒരു ബാഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിന് കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് കൊടിയേർത്താനെല്ലാം പോകുന്ന സമയത്ത് നിങ്ങളതൊന്ന് ജസ്റ്റ് അവർക്കൊന്ന് ആക്കിയിട്ടൊന്ന് അവർക്ക് കുത്തിക്കൊടുക്കുക. അവർ ഹാപ്പിയാവും, നിങ്ങൾ ഹാപ്പിയാവും, ഞാൻ ഹാപ്പിയാവും. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.